ഓണത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ എന്നാൽ ഒന്ന് മുത്തപ്പനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. മുത്തപ്പൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെയല്ല, ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. സാധാരണ ഇട ദിവസങ്ങളിൽ പോകുമ്പോൾ അത്ര തിരക്ക് ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ മുത്തപ്പനെ കണ്ട് അവിടെ അടുത്തോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചുറ്റി നടന്ന് തൊഴുതിട്ട് വേഗം വന്ന് ക്യൂ നിൽക്കുവാണ് ചോറുണ്ണാൻ വേണ്ടി കേട്ടോ. ഇവിടെ ക്യൂ മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഒരു 8:30 ആവും. അപ്പം നമുക്ക് ഇപ്പോൾ ക്യൂ മൂവായി തുടങ്ങി. നമ്മളിങ്ങനെ പോവുകയാണ്. പക്ഷെ താഴെയെല്ലാം കണ്ടോ, നിറയെ ആളാണ്, നിറച്ച ആളാണ്. ഇപ്പം കൂടുതൽ ആളും ഫുഡ് കഴിക്കുന്നിടത്തേക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ മടപ്പുരേൻ്റെ ഒരു വ്യൂ ആണ്. ഊട്ടുപുരേൻ്റെ മേലെ നിൽക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ. അപ്പം ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടുപുരേൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പം നമുക്കിനി ഊണ് കഴിച്ചിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇതാണ് മടപ്പുര കേട്ടോ. മടപ്പുരയുടെ മുന്നിലുള്ള ഇതെല്ലാം നല്ല വെളിച്ചത്തിൽ നന്നായിട്ട് കാണുന്നുണ്ട്. വളപട്ടണം പുഴയും എല്ലാം കാണാം. അപ്പം നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് സ്റ്റെപ്പ് കയറി പോകാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. ചോറെല്ലാം കഴിച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര പ്രയാസം. ഇനിയും സ്റ്റെപ്പുകൾ ഒരുപാട് കയറാനുണ്ട്. അപ്പം നമ്മുടെ വണ്ടി മേലെ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിനി ഈ സ്റ്റെപ്പെല്ലാം കയറി മേലെ എത്തണം, എന്നാലും നമുക്കിനി വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 9 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. രാത്രി നല്ല വെയിലായിരുന്നു രാവിലെ, പക്ഷേ ഇപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല മഞ്ഞ് പോലത്തെ തണുപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റെപ്പൊന്നും കയറാനായിട്ടൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, കാരണം വിയർക്കുന്ന പരിപാടിയൊന്നും തോന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.